കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ഇന്ന് നമ്മൾ ചിന്താലയ വിദ്യാലയത്തിൻ്റെ 22ാം വാർഷികവുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന സുപ്രധാനമായ ചടങ്ങുകളെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഉദ്ഘാടന ചടങ്ങിൻ്റെ പ്രധാന ഭാഗങ്ങളും അതുപോലെ നമ്മളെ സ്കൂളിന് കിട്ടിയിരിക്കുന്ന ഒരു ഭാഗ്യം എന്നോണം പറയാം. നമുക്ക് 2 സുപ്രധാനമായ ആളുകളെ നമുക്ക് കിട്ടിയിരിക്കണേ. ഒന്ന് നമ്മൾ ആശ്രമ പ്രസിഡൻറ്റ്, ആശ്രമം ചിന്താലയ ആശ്രമം ട്രസ്റ്റിൻ്റെ ഇപ്പോഴത്തെ നമ്മളെ പ്രസിഡൻ്റാണ് പത്മശ്രീ ഹരീന്ദ്രൻ, ഡോക്ടർ ഹരീന്ദ്ര സാറ്. ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ പരമഭക്തനാണ്. അപ്പോൾ ഭഗവാന്റെ കാര്യം പോയിട്ടേ മറ്റെന്തോ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിനെ നമുക്ക് പ്രസിഡൻ്റായിട്ടും മറ്റൊന്ന് നമ്മളെ സ്കൂളിൻ്റെ കാര്യങ്ങളിൽ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന സ്കൂൾ സമിതിയുടെ കാരണവരെന്ന് തന്നെ പറയാം. അപ്പോൾ സാറിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. അതുപോലെ തന്നെ ആനന്ദകൃഷ്ണ സാറ് റിട്ടയർഡ് DGP ആണ്. സാറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയേണ്ടതില്ല, കാരണം എല്ലാ ആശ്രമ ഭക്തർക്കും സാറിനെ അറിയാം. കുഞ്ഞുനാൾ തൊട്ട് ഭഗവാന്റെ അടുത്ത് വന്ന് ഭഗവാന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് പോലീസിലേക്ക് IPS-കാരനായി കയറി. കാരണം ഒരു പോലീസുകാരൻ്റേതായ ഒരു സ്വഭാവവും ഇല്ലാതെ ഒരു സാത്വികനായിട്ട് DGP പദം വരെ എത്തിച്ചേർന്ന ശരിക്ക് ഒരു മഹാത്മാവ് തന്നെയാണ് നമ്മളെ മാനേജിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് വന്നിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞ 2 മഹാഭാഗ്യങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നുവെന്ന്. സ്കൂളിൻ്റെ ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും സാറിൻ്റെ ഇടപെടൽ, സാറിൻ്റെ നിർദ്ദേശം, സാർ അത് വാച്ച് ചെയ്ത് നമുക്ക് നിർദ്ദേശം തന്നാണ് സ്കൂളിനെ കൊണ്ടുപോകണേ. അപ്പോൾ സാറിൻ്റെ നിർദ്ദേശം, ആശ്രമത്തിൻ്റെ ട്രസ്റ്റ് കമ്മിറ്റി അംഗമാണ്. അതിലുപരി ആശ്രമത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും ശരിക്ക് ആശ്രമത്തിൻ്റെ നട്ടെല്ലായി നിന്ന് പ്രവർത്തിക്കുന്ന മഹാവ്യക്തിത്വവും കൂടിയാണ് സാറ്. സാറിൻ്റെ വാക്കുകളും നമുക്ക് ഈ 22ാം വാർഷികവുമായി ബന്ധപ്പെട്ട് നമുക്ക് ശ്രവിക്കാം. ഭഗവാൻ ചിന്താലയേശൻ്റെ ആജ്ഞാനുസരണം പ്രവർത്തിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഈ വിദ്യാലയത്തിൽ ചിന്താലയ ട്രസ്റ്റിൻ്റെ ഭാഗമായി എത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഈ വിദ്യാലയ സമിതിയിലും അംഗമെന്നുള്ള രീതിയിലും ഈ വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ അടുത്തറിയുന്ന ഒരാൾ എന്നുള്ള രീതിയിലും ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. എന്നാൽ നിങ്ങളുടെ വിദ്യാർത്ഥികൾ ഏറ്റവും നല്ലൊരു ഭാഗത്ത് പഠിക്കുന്നു.
കരുതലോടുകൂടി, അച്ചടക്കത്തോടുകൂടി, ചിട്ടയോടുകൂടി, എന്നാൽ കർക്കശത്തോടുകൂടി, വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഇവിടെ വിദ്യാലയത്തിൽ ഓരോ ദിവസവും കടന്നു പോകുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ട ഡാൻസ് ഉൾപ്പെടെ നമ്മളിവിടെ സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും മനോഹരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയ സമിതി ഇവിടെ ഉണ്ട്. ഇവിടുത്തെ പ്രിൻസിപ്പാളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായി ഈ സ്കൂൾ തന്നെ ശരണം എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ടീച്ചറിൻ്റെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. 22 വർഷമായി ഈ സ്കൂൾ ഇവിടെ പ്രവർത്തിക്കുന്നതിലൂടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഒട്ടനവധി കുരുന്ന് പ്രതിഭകളെ സംഭാവന ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ ചാരിതാർത്ഥ്യമായ ഒരു കാര്യമായിട്ട് നമുക്ക് കണക്കാക്കാം. ഈ ഭാഗത്ത് ഒരുപക്ഷെ ഞാനിവിടെ നോക്കുമ്പോൾ ഈ വലതു സൈഡ് ഞാൻ അവിടെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു, വരുന്ന സമയങ്ങളിൽ ബ്രഹ്മോസിൻ്റെ സ്ഥാപനം വരാൻ പോകുന്നത് ഈ ഭാഗത്താണ്, ഈ മണ്ണിലാണ്. അപ്പോൾ നമുക്ക് അഭിമാനത്തോട് പറയാൻ പറ്റും നമ്മുടെ സ്കൂളിലെ ബ്രഹ്മോസും ഒരതിലാണ് പങ്കുവയ്ക്കുന്നത്. രാഷ്ട്രം ഉറ്റുനോക്കുന്ന, ലോകരാഷ്ട്രം ഉറ്റുനോക്കുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റുന്ന ധാരാളം സ്ഥാപനങ്ങൾ ഈ ഭാഗത്തേക്ക് വരുന്നു. ഭഗവാൻ ചിന്താദേശിന്റെ പാദസ്പർശത്താൽ അത്ര സമ്പന്നമായ ഈ മണ്ണിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് നാണ്യം കുറിക്കാൻ പറ്റും. ഈ വിദ്യാലയം തന്നെ ഇപ്പൊ നമ്മൾ ഏകദേശം നല്ല നിലയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനിയും കൂടുതൽ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കേണ്ടിയിരിക്കുന്നു, പുതിയ കോഴ്സുകൾ തുടങ്ങേണ്ടിയിരിക്കുന്നു. ട്രസ്റ്റ് അതിന് അത്രയും തന്നെ പ്രാധാന്യത്തോടു കൂടി കാണുന്നുണ്ട്. ഭഗവാൻ ആഗ്രഹിച്ചതുപോലെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് സാധാരണ മനുഷ്യരെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഈ ട്രസ്റ്റ് മുന്നോട്ട് പോകുന്നു, വിദ്യാലയ സമിതി മുന്നോട്ട് പോകുന്നു, മാനേജ്മെന്റ് മുന്നോട്ട് പോകുന്നു. കരുത്തനായ ഒരു മാനേജ്മെന്റ്, കരുത്തനായ ഒരു മാനേജർ നമുക്കുണ്ട്. സ്കൂളിൽ എന്ത് വേണമെങ്കിലും എത്ര ചെലവാക്കുന്നതിലും ഒരു മടിയുമില്ലാത്ത ഒരു മാനേജർ. സ്കൂൾ വിദ്യാലയ സമിതിയും അതുപോലെ തന്നെയാണ്. അധ്യാപകരും, ഞാൻ ഒരിക്കലും അധ്യാപകരെ പരാമർശിക്കാൻ വിട്ടുപോയതല്ല. വർഷങ്ങളായി അറിയാവുന്നവരാണ് ഇവിടുത്തെ അധ്യാപക സുഹൃത്തുക്കൾ. അവരുടെ അകമഴിഞ്ഞ പ്രവർത്തനം വളരെ ശ്രേഷ്ഠമാണ്. ഞാൻ ഇതൊക്കെ പറയുന്നത് ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളോടാണ്. നിങ്ങളുടെ മക്കളെ നല്ലൊരു ഭാഗത്ത് എത്തിച്ചു എന്ന് ചാരിതാർത്ഥ്യം കിട്ടാൻ പറ്റുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഈ സ്കൂളിൽ നടന്നു വരുന്നു. അതിനെല്ലാം ചിന്താലയേശൻ്റെ ശക്തിയും ചിന്താലയേശൻ്റെ കാരുണ്യവും അനുഗ്രഹവും ഒക്കെ ഉണ്ട് എന്നുള്ളതും ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഇവിടെ വരാൻ കഴിഞ്ഞ സന്തോഷമുണ്ട്. ഒരുപാട് സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. ഇനിയും ശ്രേഷ്ഠമായ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഏവരുടെയും സഹകരണം, വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണെങ്കിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കാർക്കശ്യത്തോടു കൂടി, എന്നാൽ വളരെ ലാഘവത്തോടു കൂടി, വളരെ ചിട്ടയോടുകൂടി, എന്നാൽ വളരെ സ്ട്രിക്റ്റായിട്ട്, എല്ലാ അർത്ഥത്തിലും കുട്ടികൾക്ക് ഫ്രീഡമുണ്ട്. എന്നാൽ അതേ അർത്ഥത്തിൽ തന്നെ കുട്ടികളെല്ലാം നമ്മളിവിടെ വളരെ സ്ട്രിക്റ്റുമാണ്. എല്ലാ ഫ്രീഡവുമുണ്ട്, സ്ട്രിക്റ്റ്നെസ് ഉണ്ട്. ഇവിടെ എല്ലാ അവസരങ്ങളുമുണ്ട്. നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടുന്ന തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ നിങ്ങളിവിടെ വാർഷിക ആനുവൽ റിപ്പോർട്ട് നിങ്ങൾ കണ്ടു. ഒരു ഭാഗത്തും ചിന്താലയ വിദ്യാലയം മാർമിക്കാൻ ആരും പറയാത്ത രീതിയിലേക്ക് ഉയർന്നു കഴിഞ്ഞു എന്നുള്ളത് അഭിമാനമാണ്. ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ ചെറുതായെങ്കിലും ഭാഗമാക്കാൻ കഴിയുന്നതിൽ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് നമ്മളൊരു ടീം ഇവിടെ ഉണ്ട്. സ്കൂൾ മാനേജ്മെന്റിനെ പുഷ്ടിപ്പെടുത്താൻ, അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ വിദ്യാർത്ഥികളെ പാകപ്പെടുത്തിയെടുക്കാൻ നിങ്ങളുടെ ഏവരുടെയും ഇവിടുത്തെ അധ്യാപകരോടും ഇവിടുത്തെ രക്ഷിതാക്കളോടും കൂടെ അഭ്യർത്ഥന, നിങ്ങളുടെ ഏവരുടെയും സഹകരണമാണ് ആവശ്യം. നിങ്ങളുടെ ഏവരുടെയും അകമഴിഞ്ഞ സഹകരണവും സഹായവും ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ 22ാം വാർഷികാഘോഷ പരിപാടികളിൽ അധ്യക്ഷനായിരിക്കാൻ ഭഗവാൻ വിദ്യാലയം തന്ന നിയോഗം അതൊരു ഭാഗ്യമായി കണക്കാക്കുന്നു. എന്നിലെ ഈ അധ്യക്ഷ പ്രസംഗം എന്ന ചെറിയ ചടങ്ങ് ഞാൻ അവസാനിപ്പിക്കുന്നു. ചിന്താലയ ആശ്രമ ട്രസ്റ്റിന് വേണ്ടി നിങ്ങളെ ഓരോരുത്തരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എത്തുന്നു. നമസ്കാരം. Thank you, sir, for your words of kindness and support. It's my honor and privilege to invite Sri S. Anandakrishnan IPS, retired DGP, Chairman, School Managing Committee, for the special address. Sir, please. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു മഹാഗുരുവിൻ്റെ
ഒരു ആശയത്തിൽ നിന്നുണ്ടായ ഒരു വിദ്യാലയമാണിത്. അപ്പോൾ ഈ വിദ്യാലയം എന്ന് വെച്ചാൽ എന്തുവാണ്? വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സ്ഥലം. ഇപ്പോൾ വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ എന്തുവാണ്? വിദ്യാഭ്യാസം കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടണം. സോഫ്റ്റ്വെയർ ഫീൽഡിൽ ജോലി കിട്ടണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, അതും അല്ലെങ്കിൽ മറ്റേ കോമേഴ്സ് ഫീൽഡിൽ ജോലി കിട്ടണം, അല്ലേ? വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല ജോലി കിട്ടുന്ന ഒരു 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 പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനം, ഒരു ഫാക്ടറി, അല്ലേ? സമ്പത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള കഴിവ് നമുക്ക് തരുന്ന ഒരു ഫാക്ടറിയാണ് വിദ്യാലയം എന്നാണ് ഇന്നത്തെ അതിൻ്റെ നിർവചനം. കാരണം അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റ് ഏത് തലത്തിലും എന്ന പോലെ വിദ്യാലയ നടത്തിപ്പിലും അല്ലെങ്കിൽ വിദ്യാലയങ്ങളുടെ നിലനിൽപ്പിലും കച്ചവട താല്പര്യങ്ങളുമുണ്ട്. കാരണം നമ്മളിന്ന് കണ്ടിട്ടുണ്ട്, ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും നന്നായിട്ട് നടക്കുന്ന, ഏറ്റവും ലാഭകരമായിട്ട് നടക്കുന്ന സ്ഥാപനങ്ങൾ ഏതാണെന്ന് നിങ്ങൾക്ക് പറയാനൊക്കുമോ? ഏതാണ് ഏറ്റവും ലാഭകരമായിട്ട് നടക്കുന്ന സ്ഥാപനം? ഒന്നിനൊന്ന് ലോകോത്തരമായ സൗകര്യമുള്ള പുതിയ പുതിയ സ്ഥാപനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ആ ഫീൽഡ് ഏതാണ്? എനിക്ക് തോന്നുന്നു ആശുപത്രികളാണ്. സൂപ്പർ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിട്ട് ആശുപത്രികൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. അത് എന്തുകൊണ്ടാണ് കൂടുന്നത്? രോഗികൾ കൂടുതൽ ഉള്ളതുകൊണ്ടാണോ? നമ്മുടെ നാട് ജീവിക്കാൻ കൊള്ളാത്തതുകൊണ്ടാണോ? നമ്മുടെ ആളുകൾക്ക് അടിസ്ഥാനപരമായ ആരോഗ്യമില്ലാത്തതുകൊണ്ടാണോ? അല്ല. അത് അത്തരത്തിലുള്ള ഒരു സാധാരണഗതിയിൽ പ്രകൃതി നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ ആരോഗ്യവും മാനസികാരോഗ്യവും നമ്മുടെ ഊർജ്ജവും ഒക്കെ ചോർന്നു പോകുന്ന രീതിയിൽ എന്തുകൊണ്ടാണ് നമുക്ക് ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്നത്? അതൊരു കച്ചവട തന്ത്രത്തിന്റെ ഭാഗമാണ്. കാരണം ആശുപത്രികൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഏറ്റവും ലാഭം കിട്ടുന്ന ഒരു സംവിധാനമാണ്. ഇവിടെ പക്ഷെ അതിന് വിപരീതമായിട്ട് ഏറ്റവും നല്ലൊരു ആശുപത്രി നടത്തുന്ന ഒരു മഹത് വ്യക്തി നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ അദ്ദേഹത്തെ എഴുതിക്കൊണ്ട് തന്നെ പറയുകയാണ്, അതൊരു കമേഴ്ഷ്യൽ സ്ഥാപനമാണ്. കാരണം ആശുപത്രി വിപുലീകരിക്കണമെങ്കിൽ അതിന് പണം വേണം. ആ പണം ആളുകൾ മുടക്കണമെന്നുണ്ടെങ്കിൽ രോഗികളല്ല പണം മുടക്കുന്നത്, ഡോക്ടർമാരും അല്ല പണം മുടക്കുന്നത്. അപ്പൊ പണം മുടക്കുന്ന ആൾക്കാർക്ക് മുഖങ്ങളില്ല. അവർക്ക് ഒരു കാര്യമേ ഉള്ളൂ, മുടക്കുന്ന പണത്തിനുള്ള പലിശ കിട്ടണം, അല്ലെങ്കിൽ ഒരു വരുമാനം കിട്ടണം. അതല്ലാതെ അവർക്ക് വേറെ കൺസിഡറേഷൻ ഇല്ല. അപ്പം ന്യായമായിട്ടും കുറെയൊക്കെ അതിൽ ലാഭത്തിന്റെ താല്പര്യങ്ങൾ വരും. അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത് മത്സരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഇന്ന് അടിസ്ഥാന മന്ത്രം എന്ന് വെച്ചാൽ എന്താണ്? റിസൾട്ട്. നമ്മളിപ്പോൾ വായിച്ച് കേട്ടതുപോലെ ഡിസ്റ്റിങ്ഷൻ, പരമാവധി ആരും തോക്കാൻ പാടില്ല, തോറ്റാ പോയി. അതുകൊണ്ട് തോക്കുന്ന കുട്ടികളെയൊന്നും നമ്മൾ മിക്കവാറും പരീക്ഷകൾ എടുത്ത് എത്തിക്കുകയല്ല. ഞാൻ പൊതുവായിട്ട് പറയുകയാണ്, തോക്കാൻ പാടില്ല, എല്ലാവർക്കും ഡിസ്റ്റിങ്ഷൻ കിട്ടണം. പിന്നെ എല്ലാവർക്കും ഡിസ്റ്റിങ്ഷൻ അല്ല, 98.എത്ര% കിട്ടണം. പിന്നെ കുട്ടികളെല്ലാം ഈ ഏത് സാഹചര്യത്തിൽ നിന്ന് വന്നാലും ഇംഗ്ലീഷ് സംസാരിക്കണം. അങ്ങനെ പല തരത്തിലുമുള്ള, അതുപോലെ ഇപ്പം നമ്മൾ നടത്തുന്ന പരിപാടികൾ, ഇന്നത്തെ ആനുവൽ ഡേ തന്നെ ഈ ഫംഗ്ഷൻ വളരെ മനോഹരമായിരിക്കുന്നെങ്കിലും അതിലും നമ്മൾക്ക് മത്സരിക്കേണ്ടി വരുന്നു, നമുക്ക് മനോഹരമാക്കേണ്ടി വരുന്നു. കാരണം മറ്റ് പല സ്ഥാപനങ്ങളിലും നടത്തുന്ന ഫംഗ്ഷനുകൾക്കും അവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് പുറകോട്ട് പോകാനൊക്കെ ഉണ്ട്. അപ്പൊ ആ തരത്തിൽ പറഞ്ഞു വരുന്നത് ഇന്ന് മത്സരത്തിന്റെ ഒരു ലോകമാണ്. അപ്പൊ നമ്മൾ സൃഷ്ടിക്കുന്നത് നല്ല ജോലി കിട്ടാനുള്ള കഴിവ് സമ്പാദിക്കുന്ന ഒരു വ്യക്തിയെയാണോ, അതോ നല്ല വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണോ? അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ഓരോരുത്തരും, നിങ്ങളിവിടെ ഒരുപാട് പാരൻസ് ഉണ്ട്, നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ മക്കളെ നമ്മൾ എന്താണ് ഭാവിയിൽ നല്ല ഭാവി, അതായത് നല്ല സമ്പത്തുള്ള ഭാവി പിടിച്ചെടുക്കാൻ കഴിയുന്ന ഉപകരണങ്ങളാക്കുകയാണോ നമ്മൾ ചെയ്യുന്നത്, അതോ നാട്ടിൽ ജീവിക്കാൻ കൊള്ളാവുന്ന, പരസ്പര സ്നേഹമുള്ള, സഹാനുഭൂതിയുള്ള, ഒരുത്തനെ സഹായിക്കുന്ന, അന്യനെ സ്വന്തം സഹോദരനെ പോലെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നാടിന്റെ ആവശ്യത്തിന് മുന്നിട്ടിറങ്ങുന്ന, പരസ്പരം പാരവയ്ക്കാത്ത മനസ്ഥിതിയുള്ള നല്ല വ്യക്തിത്വങ്ങളെയാണോ നമ്മൾ വളർത്തിയെടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ചിന്താലയ വിദ്യാലയം അത്തരത്തിൽ, അതായത് വിദ്യാഭ്യാസം അതിൻ്റെ സിലബസും സാങ്കേതികതകളും ഒക്കെ ആവശ്യത്തിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ അതിനുപരിയായിട്ട് ഒരു വ്യക്തിത്വം ആ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഏത് വിശ്വാസത്തിലായിരുന്നാലും ധ്യാനവും പൂജയും മന്ത്രവും ഒക്കെ ഉള്ളത് തന്നെയാണ്. അതൊക്കെ സാർവജനീനമാണ്, സാർവലൗകികമാണ്. അപ്പൊ ആ തരത്തിൽ നമ്മൾ പ്രപഞ്ചശക്തിയെ വണങ്ങുക എന്നുള്ളത്, ആ തരത്തിലൊരു നല്ല ചിട്ടകളും നല്ല സംവിധാനങ്ങളും നല്ല ശീലങ്ങളും കുട്ടികളിൽ ഉണർത്തി ഭാവിയിൽ അവര് അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രതിസന്ധികളിലും വെല്ലുവിളികളിലും അവരെ ഈ നേരത്തെ പറഞ്ഞതുപോലെ അന്യന്റെ കുതികാൽ വെട്ടാതെ
അന്യനെ പാരവയ്ക്കാതെ ഒന്നിച്ച് ജയിക്കാമെന്നുള്ളൊരു മനസ്ഥിതിയിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അത്തരം മനസ്ഥിതി ഉള്ള നല്ല പൗരന്മാരാക്കാനാണ് നമ്മൾ ഈ സ്കൂളിൽ ശ്രമിക്കുന്നത്. ഈ സ്കൂളിൻ്റെ അധ്യാപകരോടും ഈ സ്കൂളിൻ്റെ ഈ ശ്രമത്തിൽ അങ്ങേയറ്റം സഹകരിക്കുന്ന മാതാപിതാക്കളോടും ഒക്കെ ഈ കാര്യത്തിൽ ഈ തരുണത്തിൽ മാനേജിംഗ് കമ്മിറ്റിയുടെ പേരിൽ എനിക്ക് നന്ദി പറഞ്ഞാൽ മതിയാവും. എന്തായാലും ഇന്നൊരു മനോഹരമായ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഒരു മഹത് സ്ഥാപനത്തിൻ്റെ 22ാം വാർഷികം. ഇന്ന് അതിൻ്റെ മുഖ്യ അതിഥിയായിട്ട് നമുക്ക് തികച്ചും വിശിഷ്ടമായ ഒരു വ്യക്തിത്വത്വമാണ് കിട്ടിയിരിക്കുന്നത്. കവിയാണ്, വാഗ്മിയാണ്, ഗാനരചയിതാവാണ്, വളരെ കഴിവുറ്റ ഒരു ഭരണകർത്താവാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രമിക്കാനായിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനായിട്ട് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. അതുപോലെ ഈ അവസരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈശ്വരൻ്റെ ചിന്താലയസിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നമ്മുടെ കുട്ടികൾക്കെല്ലാം ഭാവിയിൽ ഏറ്റവും നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. Thank you, sir. We are so grateful for the